ദക്ഷിണ കർണാടകത്തിലെ ക്ഷേത്ര നഗരി ധർമ്മസ്ഥല. ക്ഷേത്ര ദർശനത്തിന് വിദേശത്ത് നിന്ന് പോലും തീർത്ഥാടകർ തേടി വരുന്ന നാട്. പക്ഷേ ഇപ്പോൾ ധർമ്മസ്ഥല വാർത്തകളിൽ നിറയുന്നത് പുണ്യപുരാതന ക്ഷേത്ര നഗരിയായി അല്ല. മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഒരു അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുതള്ളിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് രാജ്യം. അതിനെ ഒരുപക്ഷെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്ത്രീകളുടെ ദുരൂഹമായ കാണാതാകലുകൾ, ഭീതിത വർത്തമാനങ്ങൾ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ അലസതയും മെല്ലെപ്പോക്കും നമ്മളെ അതിലേറെ ഞെട്ടിക്കുന്നു. ഒടുവിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചത്. വിശദമായി പരിശോധിക്കാം എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. കർണാടകയെ മാത്രമല്ല രാജ്യത്തെ ആകെ ഞെട്ടിച്ച ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന്റെ അന്വേഷണം എങ്ങുമെത്താതെ ഇഴയുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തെരച്ചിലിനോ തുടർ നടപടികൾക്കോ പോലീസ് തയ്യാറാകാത്തതിനെതിരെ ആക്ഷൻ കൗൺസിലും വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ അഭിഭാഷകരും ഉൾപ്പെടെ രംഗത്തെത്തി. അതിനിടയിലാണ് യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ രഹസ്യ മൊഴിയുടെ വിശദാംശങ്ങൾ പ്രചരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് മൊഴിയുടെ വിശദാംശങ്ങൾ നൽകിയതെന്നാണ് യൂട്യൂബറുടെ അവകാശവാദം. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്കായി അഭിഭാഷകർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. ജീവന് ഭീഷണിയുള്ള സാഹചര്യത്തിൽ മൊഴി ചോർന്നതിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന ഭയം കാരണം മൃതദേഹങ്ങൾ സംസ്കരിച്ച കൃത്യം സ്ഥലങ്ങൾ മുൻകൂട്ടി വെളിപ്പെടുത്തില്ലെന്ന് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചിരുന്നുവെന്ന് കത്തിൽ പറയുന്നു. തെളിവെടുപ്പിനെത്തുമ്പോൾ മാത്രമേ സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ കൈമാറൂവെന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ നിലപാട്. RDX റാപ്പ് ന്യൂസ് മലയാളം. RDX റാപ്പ് ന്യൂസ് മലയാളം. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. വെളിപ്പെടുത്തൽ നടത്തിയത് നമുക്കറിയാം. ആ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിട്ടുള്ള ശുചീകരണ തൊഴിലാളിയാണ് എന്ന് നമുക്കറിയാം. മഞ്ജുനാഥ ക്ഷേത്രത്തിലേത് 1995 മുതൽ 2014 വരെ നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചു എന്നാണ് ഇയാൾ പിന്നീട് വെളിപ്പെടുത്തിയത്. ക്ഷേത്ര ഭരണത്തിൽ സ്വാധീനമുള്ള സൂപ്പർവൈസറുടെ ഭീഷണിയെ തുടർന്ന് തനിക്കിത് ചെയ്യേണ്ടി വന്നു എന്ന് പോലീസിനോട് അദ്ദേഹം പറഞ്ഞു. മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു തനിക്ക് നേരെയുള്ള ഭീഷണി എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്കരിച്ച സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിനും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞ മൊഴിയിലുണ്ട്. ലൈംഗികാതിക്രമവും ബലാത്സംഗവും നടന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പോലീസിനോട് പറയുന്നു. കൊല്ലപ്പെട്ടവരിൽ നിരവധി പേർ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്ന അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി. വേഗത്തിൽ അഴുകുന്നതിന് മൃതദേഹങ്ങൾ ഏറെയും സംസ്കരിച്ചത് നേത്രാവതി തീരത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ കുറ്റബോധത്തെ തുടർന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. കൊല്ലപ്പെട്ടവർക്ക് നീതിയുക്തമായ അന്ത്യകർമ്മങ്ങളെങ്കിലും ലഭിക്കണമെന്ന ആവശ്യം തന്നെ കൊണ്ട് ഇത് പറയിച്ചു എന്നാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞത്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി 2014 കുടുംബത്തോടെ ധർമ്മസ്ഥല വിട്ടുപോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വന്ന് പറയുന്നത്. നാടുവിടൽ, കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് നേരെ അങ്ങനെ ശ്രമം ഉണ്ടായതിനെ തുടർന്നാണ് 2010 കല്ലേരിയിൽ പെട്രോൾ ബാങ്കിന് സമീപം സ്കൂൾ വിദ്യാർത്ഥിനിയെ സംസ്കരിച്ചു എന്ന് അദ്ദേഹം സ്ഥലമടക്കം പറയുകയാണ്. സ്കൂൾ യൂണിഫോമിലായിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലാകെ ലൈംഗികാതിക്രമത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട 20 വയസ്സുള്ള സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിച്ചിരുന്നു എന്ന് ഇയാൾ പറഞ്ഞ മൊഴിയിലുണ്ട്. ശരീരം ഡീസൽ ഉപയോഗിച്ച് കത്തിക്കാനായിരുന്നു നിർദ്ദേശമെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജൂലൈ 3-ാം തീയതി മാത്രമാണ്. മൊഴി കൊടുത്ത ഉടനെ ചെയ്തില്ല. ജൂലൈ 13-ന് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. വെളിപ്പെടുത്തൽ നടത്തിയ ആൾ രഹസ്യമായി കുഴിച്ചെടുത്ത അസ്ഥികൂട അവശിഷ്ടവും തെളിവിനായിട്ട് ഹാജരാക്കിയിരുന്നു. അസ്ഥികൂട അവശിഷ്ടങ്ങൾ ഇപ്പോൾ ബെൽത്തങ്ങാടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന വിവരം നമുക്ക് മുന്നിലുണ്ട് മാധ്യമങ്ങളിലൂടെ. ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗത്തെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് മഞ്ജുനാഥ ക്ഷേത്രം. ഹിന്ദു ക്ഷേത്രമെങ്കിലും പരമ്പരാഗതമായി ഭരണം പ്രബലരായ ഹെഗ്ഡെ ജൈന കുടുംബത്തിനാണ്. നിലവിലെ പാരമ്പര്യ ഭരണാധികാരി രാജ്യസഭാ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വീരേന്ദ്ര ഹെഗ്ഡെ എന്ന ഈ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ്. ഹെഗ്ഡെ കുടുംബത്തിലെ ചിലർക്ക് നേരെയാണ് ആരോപണങ്ങളുടെ മുന നീളുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് ദുരൂഹമായി കാണാതായത് 450-ലേറെ സ്ത്രീകളെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ കണക്കുള്ളത്. നാട്ടുകാരും ആക്ഷൻ കൗൺസിലും ചൂണ്ടിക്കാട്ടുന്ന പ്രകാരം കാണാതായത് അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് എന്ന് പറയുന്നു. സ്ത്രീകൾ മാത്രമല്ല നിരവധി പുരുഷന്മാരെയും കാണാതായെന്ന് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നു.
ആരംഭിക്കുന്നു. ക്രൂരത ചോദ്യം ചെയ്തവരും ഗൂഢാലോചന തിരിച്ചറിഞ്ഞവരുമെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ള ആരോപണമാണ്, ഞെട്ടിക്കുന്ന ആരോപണമാണ് വരുന്നത്. 22 വർഷം മുമ്പ് മകളെ കാണാതായതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇതേ തുടർന്ന് സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്ത് വന്നു. മണിപ്പാലിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അനന്യ ഭട്ടിനെ കാണാതായത് ധർമ്മസ്ഥലയിൽ വെച്ചാണ് എന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു. 2003 കാണാതായത്. ക്ഷേത്ര സന്ദർശനത്തിന് വന്നതായിരുന്നു. അന്ന് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. വെളിപ്പെടുത്തലിനെ തുടർന്ന് തെരച്ചിൽ നടത്തി ഭൗതികാവശിഷ്ടമെങ്കിലും കൈമാറണമെന്നാണ് ആ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളും കാണാതാകലും വലിയ തോതിൽ അല്ലെങ്കിലും നേരത്തെയും ചർച്ചയായിരുന്നു എന്നിപ്പോൾ നമ്മൾ അറിയുന്നു. കാരണമായത് 2012 ധർമ്മസ്ഥലയിൽ 17-കാരി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ്. ഇതേ തുടർന്ന് അത്തരമൊരു ചർച്ചയുണ്ടായിരുന്നു. കേസിലെ ഏക പ്രതിയെ തെളിവുകളില്ലാത്തതിനാൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. അന്ന് മെഡിക്കൽ ഫോറൻസിക് തെളിവുകൾ പോലും പോലീസ് അന്ന് ശേഖരിക്കാത്തത് കേസിന് തിരിച്ചടിയായി എന്ന് ചൂണ്ടിക്കാട്ടുന്നു ചിലർ. ധർമ്മസ്ഥലയിലെ ദുരൂഹ കേസുകളിൽ പോലീസിന്റെ ഒത്തുകളിയെന്ന ആരോപണം ശക്തമായി തന്നെയും ഇപ്പോഴുണ്ട്. പരാതികളോട് പോലീസ് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്ന് കർണാടക വനിതാ കമ്മീഷൻ ഇതിനകം തന്നെ രംഗത്തെത്തി പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അഭിഭാഷകരുടെ സംഘടന നിവേദനം നൽകി. SIT അന്വേഷണത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒടുവിൽ ഇന്നലെ പറഞ്ഞു. വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ രഹസ്യമൊഴി കർണാടകയിലെ യൂട്യൂബ് ചാനൽ പ്രചരിച്ചു എന്നതാണ് മറ്റൊരു വലിയ കാര്യം. പോലീസ് ഉദ്യോഗസ്ഥരാണ് മൊഴിയുടെ വിശദാംശങ്ങൾ കൈമാറിയതെന്ന് ഈ ആദ്യം പ്രചരിപ്പിച്ച യൂട്യൂബർ പറഞ്ഞു. പോലീസ് മൊഴി ചോർത്തിയെന്ന ആക്ഷേപം ആ നിലക്ക് അന്തരീക്ഷത്തിലാകെ വന്നിട്ടുണ്ട്. അങ്ങേയറ്റം ഞെട്ടലുണ്ടാകുന്ന സംഭവം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയാണ്. നമ്മുടെ ഏറ്റവും പരിപാവനമായ ഒരു ക്ഷേത്ര ഭൂമിയിൽ അതിനടുത്ത് 100 സ്ത്രീകളുടെ കൊലപാതകം താൻ തന്നെയും അറിഞ്ഞ വിധം നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം അറിഞ്ഞിട്ടല്ല, പക്ഷേ സംസ്കരിച്ചത് താനാണ്. അതേ തുടർന്ന് 10 വർഷം മുമ്പ് നാട് വിട്ട് പേടിച്ചോടിപ്പോയി. കുറ്റബോധം കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പോലീസിനോട് കാര്യം പറയുകയാണ്. പോലീസ് വിശ്വസിച്ചിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അസ്ഥികൂടത്തിന്റെ ബാക്കിയുമായിട്ടാണ് വന്ന് പോലീസിനോട് പറഞ്ഞത്. തെളിവുകൾ ഉണ്ടായിട്ട് പോലും പോലീസ് പക്ഷേ ഉടനടി ആക്ഷൻ എടുത്തില്ല. രാജ്യത്താകെയും സംസ്ഥാനത്താകെയും ചർച്ചയായിട്ട് പോലും ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ വെക്കണം എന്ന് സിദ്ധരാമയ്യക്കോ അവിടുത്തെ സർക്കാരിനോ തോന്നിയിട്ടില്ല. അങ്ങേയറ്റം വിചിത്രമായതും പേടിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് എത്രയോ മുമ്പ്, 1 വർഷം മുമ്പ് തന്നെ കേരളത്തിലടക്കം മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് ഇത് അവിടെ പ്രത്യേകിച്ച് ഇതൊരു വാർത്തയാവുന്ന സാഹചര്യം ഇല്ല. അവിടെ ഇങ്ങനെ ഒരു കിംവദന്തി പോലെ കാര്യങ്ങൾ ഇങ്ങനെ പരക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഇതൊരു വാർത്തയായി വരുന്നില്ല, അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഏറ്റവും പ്രബലരായ കുടുംബക്കാർക്കെതിരെ തന്നെയാണ് പ്രധാനമായ ആരോപണങ്ങളെല്ലാം വരുന്നത്. ഈ ഹെഗ്ഡെ കുടുംബത്തിനെതിരെ എന്നുള്ള പ്രശ്നമുണ്ട്. അവർ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്, സമ്പന്നരായ ആളുകളാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ളവരാണ്. ഇങ്ങനെ പലതരത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തേച്ചു മാറ്റി നശിപ്പിച്ചു കളയുന്നു എന്നുള്ള സാഹചര്യം ഉണ്ട് എന്നതായിരുന്നു ആരോപണം. നേരത്തെയൊക്കെ ഈ 400 പേരെ അവിടെ കാണാതായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇതാരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇതൊരു വാർത്തയാക്കാൻ മാധ്യമങ്ങളെ സമീപിക്കുമ്പോൾ പോലും അത് ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന സാഹചര്യം അവിടെ പ്രാദേശികമായി നാട്ടുകാർക്ക് തന്നെ ഉണ്ട്. നാട്ടുകാർക്ക് ആർക്കും അവരുടെ പേര് വെളിപ്പെടുത്താനോ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒന്നും കഴിയില്ല. അതായത് ഈ അവിടെയുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന മലയാളികളായ ആളുകൾ തന്നെ ഇത് വാർത്തയാവാൻ വേണ്ട ഇടപെടൽ ഒരു ഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുണ്ട്. ധാരാളം മലയാളികളുള്ള പ്രദേശമാണ്. പക്ഷേ കാരണം സ്വാഭാവികമായും അവിടെ നിന്ന് അതിനു വേണ്ട ഒരു ശ്രമം നടക്കുന്നില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ ആളുകൾ അന്വേഷിച്ചിട്ട് പോലും ഇത് ആ നിലയ്ക്ക് അന്വേഷിക്കപ്പെട്ടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എങ്ങനെയാണ് ഒരു പ്രദേശത്ത് നിന്ന് ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക എന്നുള്ള സംശയമായിരുന്നു. ഇപ്പോഴും അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുകയാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരാളെ കാണാതായി എന്നുള്ള ആരോപണം ഉണ്ടായാൽ അതിന്റെ അന്വേഷണം നേരെ ചൊവ്വേ നടക്കണമല്ലോ. പക്ഷെ നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം. ഇപ്പൊ സനീഷ് നേരത്തെ സൂചിപ്പിച്ച അനന്യയുടെ കാര്യം, അനന്യ മാത്രമല്ല, അതായത് സൗജന്യ എന്നുള്ള 2012 ഒരു പെൺകുട്ടിയുടെ തിരോധാനം, അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ തന്നെ വലിയ വീഴ്ച വന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തിയതാണ്. അതായത് ഈ മൊബൈൽ ഫോൺ ഡേറ്റ, CCTV ദൃശ്യങ്ങൾ, ഇതൊന്നും ശേഖരിച്ചിട്ടില്ല അന്ന് പോലീസ്. കോടതി അന്ന് പറഞ്ഞത് അത് ഈ ആരോപണ വിധേയനെ വെറുതെ വിടുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഭാസ്കർ റായ്, യോഗേഷ് കുമാർ നായിക് എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അന്ന് കോടതി നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഈ ഭാസ്കർ റായിക്ക് DYSP സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അപ്പൊ പിന്നെ അവിടെ ആളുകൾക്ക്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പിന്നെ ഇത് പുറത്തു പറയാനുള്ള ഒരു ധൈര്യമില്ലാത്ത സ്ഥിതി ഉണ്ടായി. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഇത് പലതരത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പലപ്പോഴും പല സംഭവങ്ങളും പുറത്തു വരുന്നത്. അതായത് അയാൾക്ക് കുറ്റബോധം കൊണ്ട് നേറിയിട്ടാണ് അയാൾ വന്നിട്ട് പിന്നീട് ഇത് വെളിപ്പെടുത്തുന്നത്. അതിന് തെളിവായി അസ്ഥികൂടം എടുത്തു
ചുമന്നുകൊണ്ട് വന്നിട്ടാണ് അയാൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ 400 പെൺകുട്ടികളെ അല്ലെങ്കിൽ 450 പെൺകുട്ടികളെ അവിടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ഒരാളാണെങ്കിലും അതൊരു വലിയ സംഭവമാണ്. തീർച്ചയായും അത് കണ്ടെത്തേണ്ടതുമാണല്ലോ. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ തലത്തിലേക്ക് ഇവർ പോയിട്ടില്ല. രണ്ടാമത് ഈ അനന്യയുടെ കാര്യം പറഞ്ഞു സനീഷ്. ആ അനന്യയെ കാണാതായിട്ട് അത് അന്വേഷണം എങ്ങും എത്തിയില്ല അവിടെ നിന്ന് തന്നെ. അത് മാത്രമല്ല, ഈ അനന്യയുടെ കാണാതാകലിന്റെ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ തന്നെ എയറിലുണ്ട്. അവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, പോലീസിൽ ഇത് പറയുന്നുണ്ട്, ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കുമെന്നൊക്കെ. പക്ഷേ അതും അന്വേഷണം എങ്ങും എത്താതെ പോകുന്ന ഒരു സ്ഥിതിയാണ് അന്നും ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം അവിടെ ബോധപൂർവം അവിടുത്തെ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നാട്ടുകാർക്ക്, സാധാരണക്കാരായ നാട്ടുകാർക്ക് വലിയ ഭയം ഈ കുടുംബത്തോടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ആവശ്യപ്പെടുന്നതും അത് നശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ ചില പ്രത്യേക പ്രദേശങ്ങളിലാണ്. അതിന് കാരണം അവിടെ വേഗത്തിൽ മൃതദേഹങ്ങൾ അഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യമുള്ള മണ്ണാണ് എന്നോ ഒക്കെയാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. അതൊക്കെ നമുക്കിപ്പോൾ എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് കാരണമായി നാട്ടുകാർ തന്നെ അവിടെ പറയുന്നത്. ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ മുന്നിലുള്ള മൊഴി ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മുന്നിലുണ്ട്. ഈ ശുചീകരണ തൊഴിലാളികളുടെ മൊഴി പുറത്തുവിട്ടുണ്ട്. സത്യത്തിൽ അതും പോലീസിന്റെ ഒരു കുഴപ്പം പിടിച്ച നീക്കമായി തന്നെ വേണം കരുതാൻ. അതോ ഇനി ഇതും ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും തേഞ്ഞു മാഞ്ഞു പോകുമോ എന്ന് സംശയിച്ച് പോലീസ് പുറത്തുവിട്ടതാകാനും മതി. ഇത് കൃത്യമായി ഒരു അന്വേഷണത്തിലേക്ക് എത്തണം, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്തതാകാം. ചിലപ്പോൾ പോലീസ് അങ്ങനെയും ചിലപ്പോൾ ചെയ്തു കാണും. അതല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തിയ ആളെ കൂടുതൽ കുഴപ്പത്തിലാക്കാനോ അയാളുടെ മൊഴിക്കെതിരായ മറ്റ് ആ മൊഴിയെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ ഈ ഹെഗ്ഡെ കുടുംബത്തിനോ അല്ലെങ്കിൽ കുറ്റാരോപിതർക്കോ കണ്ടെത്താനോ കഴിയുന്ന ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണ് അത് പുറത്തുവിട്ടതെന്നുള്ള വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇപ്പോൾ വിദേശത്ത് പലയിടത്തും നമുക്ക് അത് എടുത്തു പറയാൻ ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ സീരിയൽ കില്ലേഴ്സ് എന്നുള്ളോ അല്ലെങ്കിൽ ചില കുടുംബങ്ങളോ ചില വ്യക്തികളോ ഒക്കെ കൂടുതൽ ആളുകളെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുള്ളതോ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ളതോ ആയ കേസുകൾ ധാരാളമുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മട്ടിലൊരു സംഭവം സമീപകാല ചരിത്രത്തിൽ എങ്ങുമില്ല എന്നുള്ളത് കൊണ്ട് വളരെ നിർണായകമാണ്. ആരായാലും കുറ്റക്കാരെ കണ്ടെത്തേണ്ടതുമാണ്. നിശ്ചയമായിട്ടും ഇതിനകത്ത് നിതാരി മർഡർ കേസ് പ്രദേശിൽ നടന്നത് ആണ് ഇതിനു മുമ്പ് ഇതുപോലെ കേട്ടിട്ടുള്ളത്. അത് പിന്നെ രണ്ടാളുകളായിരുന്നു. അതായത് ഈ പറയുന്ന സുരീന്ദർ കോഹ്ലി എന്ന വീട്ടു ജോലിക്കാരനും അയാളുടെ ബോസായിട്ടുള്ള മോനീന്ദർ സിംഗ് പാന്തർ, ഈ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നോ മറ്റോ പിന്നീട് ഈ പറയുന്ന കേസുകളെല്ലാം പൊങ്ങി വരികയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. അതാണ് ഇത്രമാത്രം കൊലപാതകങ്ങൾ ഒന്നിലേറെ കൂടുതൽ നടത്തിയിട്ട് ഒരുപാട് കാലം തേഞ്ഞു മാഞ്ഞു പോവുകയും അവിടെയും ഇതേ സംഭവം ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യര്, അമ്മമാര് പരാതി ചെന്ന് പോലീസിനോട് പറഞ്ഞിട്ടും സംവിധാനങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും വേണ്ട രീതിയിൽ ഇടപെടാതെയാണ് ഇതിങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നത്. ഇവിടെ മറ്റൊരു കേസുള്ളത് ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം. അതായത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആ സ്ത്രീയുടെ അമ്മ വന്നല്ലോ ഒരു പെൺകുട്ടിയുടെ കൊലപാതക പരാതിയുമായിട്ട്. അത് ആ കുട്ടി വന്നത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി മറ്റുള്ളവരോടൊപ്പം ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വന്നതാണ്. ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് വന്ന പല ടൂറിസ്റ്റുകൾക്ക്, എന്ന് വെച്ചാൽ ഈ പിൽഗ്രിം ടൂറിസ്റ്റുകൾക്കൊപ്പം വന്ന ഒരാളാണ്. പക്ഷേ കാണാനില്ല. അമ്മ വന്ന് പരാതിപ്പെട്ടപ്പോൾ അവർ പറയുന്ന കഥ പേടിപ്പെടുത്തുന്നതാണ്. അത് എത്രത്തോളം വസ്തുതയാണെന്നൊക്കെ പിന്നീട് അവരിപ്പോൾ ഈ ഘട്ടത്തിൽ വന്ന് കള്ളം പറയേണ്ടതില്ല എന്ന് വിചാരിച്ചത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് പരാതി കൊടുത്തു പോലീസിന്. പോലീസ് ഇടപെട്ടതേയില്ല, ഇത് കാര്യമായിട്ട് എടുത്തതേയില്ല. പക്ഷെ അവരെ തട്ടിക്കൊണ്ടുപോയി. ഈ പറയുന്ന കുടുംബക്കാർ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കെട്ടിയിട്ട് മർദ്ദിച്ചിട്ട് പിന്നീട് അവർക്ക് ഓർമ്മ വരുമ്പോൾ അവർ ആശുപത്രിയിലാണെന്നാണ് അവർ പറയുന്നത്. അതേ തുടർന്നും ഇനി നിങ്ങൾ പരാതിപ്പെടരുത് എന്ന് പറഞ്ഞ് തല്ലി ഓടിച്ചു എന്നാണ്, എന്ന് വെച്ചാൽ ആശുപത്രിയിൽ കളഞ്ഞു എന്നാണ് അവരിപ്പോൾ ഒന്ന് പറയുന്നത്. എന്നിട്ട് പിന്നീടും പോലീസിനോട് വന്ന് പറഞ്ഞപ്പോൾ ഈ പരാതിയൊന്നും എടുത്തില്ല. ഇത് ഈ നാട്ടിൽ തന്നെയാണോ നടന്നത് എന്ന തോന്നലാണ് നമുക്കുണ്ടാവുക. ഈ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം നിശ്ചയമായിട്ടും പരിപാവനമായുള്ള ഭൂമിയായിരിക്കും. എത്രയോ ആളുകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആളുകൾ മിസ്സിംഗ് കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ ഈ കുടുംബം തന്നെയാണോ ഇത് ചെയ്ത് എന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ കുടുംബവും അതോട് ചേർന്നുള്ള മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ പരാതികളൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത് എന്ന് ഈ പരാതിക്കാരൻ, ഇപ്പോഴത്തെ ഈ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്ന കാര്യത്തിലുണ്ട്. എന്ന് മാത്രമല്ല അയാൾ പറയുന്നതിലുള്ളത്, ഈ നിർബന്ധിക്കുമ്പോൾ പറയുന്നത് ഇതിനു മുമ്പ് ഈ പണി ചെയ്തവൻ ഈ മണ്ണിനടിയിലാണ്, അതുപോലെയാകും നിന്നെയും കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോഴാണ് അയാളുടെ പെൺമക്കൾക്ക് നേരെയും മറ്റും അതിക്രമം ഉണ്ടായപ്പോഴാണ് അയാൾ ഓടിക്കളഞ്ഞത്. 10 വർഷം മാറിയതിനു ശേഷമാണ് ഇപ്പോൾ വന്നിട്ട്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷ, അതായത് ഈ സംവിധാനങ്ങൾ ഇപ്പോൾ പോലും
ഈ പറയുന്ന നേരത്തെ ഇപ്പോഴും ഒരു SIT ഇല്ല, പ്രത്യേക അന്വേഷണ സംഘമില്ല എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്രക്ക് രാഷ്ട്രീയമായിട്ടൊക്കെ വലിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്ന ഒരു നാട്ടിൽ ഒരു ക്ഷേത്ര നഗരിക്കകത്ത് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി വെച്ചിട്ട് ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ മൂടി ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നതും ഞെട്ടലുണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലായിരിക്കും ഇപ്പോൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിയുക. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ? അങ്ങനെ ചോദിപ്പിക്കും വിധം ഒരു ഹൊറർ സൈക്കോപാത്ത് സിനിമ കഥയേക്കാൾ അമ്പരപ്പിക്കുന്നതും ഭയപ്പെടുന്നതുമാണ് ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. കേരളത്തിന്റെ അതിർത്തിയിൽ മംഗലൂരുവിൽ നിന്ന് വെറും 75 കിലോമീറ്റർ മാത്രം അകലെയാണ് ദക്ഷിണ കർണാടകയിലെ ഈ ക്ഷേത്ര നഗരി. ഈ പറഞ്ഞു കേൾക്കുന്നത്ര വലുപ്പത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായോ എന്ന് ഈ നിമിഷം നമുക്ക് ആർക്കും ഉറപ്പിക്കാനാകുന്നില്ല. ഇല്ലെന്ന് ആശിക്കാനാണ് ഇപ്പോൾ തോന്നുകയും ചെയ്യുന്നത്. പക്ഷേ നിഗൂഢമായ പലതും അവിടെ നടന്നെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരാളെങ്കിലും ദുരൂഹമായി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വെളിപ്പെടണം. പക്ഷേ കാണാതായ 100 അതിലേറെയോ സ്ത്രീകളുടെ വിവരങ്ങൾ പുറത്തു വരാനുമുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ പുരുഷന്മാരുമുണ്ട്. എന്താണ്